ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രാജുവിൻ്റെ വീട്ടിൽ വേണുവേട്ടനും രാധമ്മയും ജയനും പ്രിയയൊക്കെ സംസാരിക്കുന്ന കണ്ടുകൊണ്ട് അങ്ങോട്ട് വന്ന രാജു പെട്ടെന്ന് തിരിച്ചങ്ങ് പോവുകയാണ്. അത് കണ്ടിട്ട് വേണുവേട്ടൻ വിളിക്കുന്നു, എടേ രാജു, അവിടെ നിന്നേ, നീ എവിടെ പോവാ? നീ ഇങ്ങോട്ട് വാ. അച്ഛാ, അത് നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നോളൂ, ഞാനേ പുറത്തൊന്ന് പോയിട്ട് വരാം. നീ ഇപ്പോൾ പുറത്തോട്ടെങ്ങും പോകുന്നില്ല. നീ എന്തിനാ പുറത്തോട്ട് പോകുന്നതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. വേണ്ട, ഈ ജയൻ ഇവിടെ കിടന്നിങ്ങനെ ചിലയ്ക്കുന്ന കണ്ടോണ്ടല്ലേ. ഇനി ഇവൻ ഇവിടെ കാണാൻ കിടന്ന് ചിലച്ചാൽ ഇവൻ്റെ കഴുത്തെ പിടിച്ച് ഞാൻ വെളി തള്ളും. ആഹാ, തള്ളുവോ? എന്നാന്ന് തെള്ളിക്ക് എന്നിങ്ങനെ ജയൻ പറഞ്ഞിട്ട് പെട്ടെന്ന് ആലോചിക്കുക, ദൈവമേ, അച്ഛനെങ്ങാനും ഇനി എന്നെ കഴുത്തെ പിടിച്ച് വെളി തള്ളിയ ഈ രാത്രി ഞാൻ എവിടെ പോകാനാ? വേണുവേട്ടൻ പറയുക, മോനെ രാജു, ഇത് നിന്റെ ജീവിതമാണ്. നിന്റെ ജീവിതത്തിൽ തീരുമാനം എടുക്കേണ്ടത് നീ തന്നെയാണ്. ഇവരാരും പറയുന്ന ഒന്നും നീ കേൾക്കാൻ നിൽക്കണ്ട. വ്യക്തമായി നീ തന്നെ ഒരു തീരുമാനമാണ് എടുക്കേണ്ടത്. പിന്നെ അച്ഛന് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നിനക്ക് വിവാഹപ്രായമായി. കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് കാര്യങ്ങൾ വെച്ചിനി താമസിപ്പിക്കണ്ട. ഋതിക മേഡത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ പറഞ്ഞ അഭിപ്രായം നീ കേട്ടില്ല. ഇനി രമ്യയുടെ കാര്യത്തിൽ എന്താ നിനക്ക് പ്രശ്നമെന്നുള്ളത് ഞങ്ങളോട് പറ. നിനക്ക് രമ്യയായിട്ടുള്ള വിവാഹത്തിന് തീരെ ഇഷ്ടമില്ലെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. കാരണം എന്താണെന്ന് നീ പറ. അച്ഛാ, രമ്യ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. എനിക്കങ്ങനെ രമ്യ അങ്ങനെ കാണാനും പറ്റില്ല. ചെറുപ്പം മുതലേ എൻ്റെ സഹോദരിമാരോടൊപ്പം ഞാൻ കണ്ടു വളർന്നതാണ് രമ്യയെ. എൻ്റെ സഹോദരിയായിട്ട് മാത്രമേ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. എനിക്ക് ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെ പറ്റത്തുള്ളൂ. അതുമാത്രവുമല്ലച്ചാ, എൻ്റെ സ്വഭാവം രമ്യയുടെ സ്വഭാവം ഒരിക്കലും യോജിച്ച് പോകത്തതുമില്ല. ഞങ്ങൾ തമ്മിലുള്ള വിവാഹം നടന്നു കഴിഞ്ഞാൽ 24 മണിക്കൂറും പിന്നെ ഈ വീട്ടിൽ വഴക്ക് തന്നെ ആയിരിക്കും. അതുകൊണ്ടത് ശരിയാവില്ലച്ചാ. അതും പോരാഞ്ഞിട്ട് അവരുടെ സാമ്പത്തിക ചുറ്റുപാടുകളും അവരുടെ വീട്ടുകാരുടെ നിലപാടുകളും ഇതൊന്നും അനുസരിച്ച് പോകാൻ എനിക്ക് പറ്റില്ലച്ചാ. വേണുവേട്ടൻ പറയുക, എടാ ജയ, രാജു പറഞ്ഞതൊക്കെ നീ കേട്ടല്ലോ. സകല പ്രതീക്ഷയെ നഷ്ടപ്പെട്ടവനെ പോലെ ജയൻ. ഓ കേട്ടച്ചാ. ജയൻ എന്നിട്ട് പ്രിയയുടെ കാതിൽ പറയുന്നു, എടി, ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാടി. അച്ഛാ, പിന്നെ ദിവ്യയുടെ അമ്മ ഇന്ന് വർമ്മസാറിൻ്റെ വീട്ടിൽ വന്നിരുന്നു. എന്നിട്ട് ദിവ്യയുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ടും പേരിടൽ ചടങ്ങുമൊക്കെ നടത്തണമെന്ന് പറഞ്ഞിട്ട് പോയി. എന്നിട്ട് വർമ്മസാർ എന്ത് പറഞ്ഞു മോനെ? വർമ്മസാർ പറഞ്ഞ് ആ ചടങ്ങെല്ലാം അവിടെ വെച്ച് തന്നെ നടത്താമെന്ന്. അതെന്തുകൊണ്ട് നന്നായി മോനെ. ഒരു കുഞ്ഞിൻ്റെ ജന്മം, അതും പിതൃത്വം നിഷേധിക്കപ്പെട്ട ഒരു കുഞ്ഞിൻ്റെ മുന്നോട്ടുള്ള ജീവിതം അതെന്താകുമെന്നുള്ളതേ ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് മോനെ. ദിവ്യയുടെ കാര്യത്തിൽ എൻ്റെ മോൻ കറക്റ്റ് സമയത്ത് ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ദീപക് സാറിനും അംബിക മേഡത്തിനും ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ പറ്റാതെ പോയത്. നീ അവിടെ ഇല്ലായിരുന്നെങ്കിൽ അവരൊരിക്കലും ഇതിനെ അംഗീകരിക്കത്തില്ലായിരുന്നു. ഇനി മുന്നോട്ട് ദീപക്കിൻ്റെ കുഞ്ഞ് ദീപക്കിൻ്റെതല്ലെന്ന് തെളിയിക്കാൻ ആ അമ്മയും മകനും എന്ത് കളി വേണേലും കളിക്കും. അംബിക മേഡം അങ്ങനത്തെ ഒരു സ്ത്രീയാ. അവരൊരു ക്രൂരയാ. മനസ്സാക്ഷി തൊട്ട് തീണ്ടിട്ടില്ലാത്ത ഒരു രാക്ഷസിയാ. അച്ഛൻ പറഞ്ഞത് ശരിയാച്ചാ. അതെനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് ദിവ്യയുടെയും കുഞ്ഞിൻ്റെയും സംരക്ഷണം ഞാൻ നല്ലതുപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. മോനൊരു കാര്യം ചെയ്യണം. ആ കൊച്ചിൻ്റെ ജനന സമയവും ജനന തീയതിയും എനിക്കൊന്ന് കുറിച്ച് തരണം. ഞാനൊന്ന് നോക്കട്ടെ. ഉടനെ തന്നെ രാജു ആ സമയവും ഡേറ്റും ഒക്കെ അങ്ങോട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. വേണുവേട്ടൻ ഉടനെ തന്നെ ഡേറ്റും സമയമൊക്കെ വെച്ച് പഞ്ചാംഗത്തിൽ നോക്കുന്നുണ്ട്. എടാ മോനെ, 14 വയസ്സ് വരെ ആ കൊച്ചിന് കഷ്ടകാലമാണ്. അത് കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ കുഞ്ഞിന് സമാധാനം ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ കൊച്ച് ജനിച്ചത് ദീപക്കിന് ഭാഗ്യമാണ്. ദീപക് എന്ന് മുതൽ ആ കൊച്ചിനെ അംഗീകരിക്കുന്നോ അന്ന് മുതൽ ദീപക്കിൻ്റെ സമയം തെളിയും. അതൊരിക്കലും നടക്കുമെന്ന് തോന്നുന്നില്ലച്ചാ. ഇനി അഥവാ എന്തെങ്കിലും അത്ഭുതം നടന്നാൽ മാത്രമേ ദീപക് അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ. അംബിക മേഡത്തിനേക്കാളും ദുഷ്ട മനസ്സാണ് അവൻ്റെത്. അത് കേട്ടിട്ട് ജയൻ പറയാ, ദുഷ്ട മനസ്സുണ്ടായാലെന്താ, നല്ല സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ളവരല്ലേ. എടാ കഴുതേ, സമ്പത്ത് മാത്രം മതിയോടാ ജീവിക്കാനായിട്ട്. അതിനേക്കാളും മുഖ്യമായി എത്രയെത്ര കാര്യങ്ങളുണ്ട്. അല്ല, ഇതിനൊക്കെ നിന്നോടാരാ അഭിപ്രായം ചോദിച്ചത്? നീ പോയി കിടന്നുറങ്ങടാ. അയ്യോ, ഉറങ്ങാനോ? ഞാനൊന്നും കഴിച്ചിട്ടില്ല, എനിക്ക് വിശക്കുന്നു. അതെ, കൂട്ടാനൊക്കെ വേകുമ്പോൾ നിന്നെ വിളിച്ചോളും. ഇടി പ്രിയേ, ഇവനെ വിളിച്ചോണ്ട് പോ. ഇനി നീ എന്തുവാ രാധമ്മ ആലോചിച്ചോണ്ട് നിൽക്കുന്നത്? അത് വേണുവേട്ട, ഞാൻ ആ കുഞ്ഞിനെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു. വേണുവേട്ടൻ പറഞ്ഞത് വളരെ ശരിയാ. അച്ഛനില്ലാതെ ഒരു കുഞ്ഞ് വളർന്നു വരുന്ന അവസ്ഥ, ആ കുഞ്ഞിൻ്റെ അച്ഛൻ സ്വന്തം മകനാണെന്ന് അംഗീകരിക്കുന്നില്ലല്ലോ എന്നോർക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നു വേണുവേട്ട. നീ വിഷമിക്കേണ്ട രാധമ്മേ. ദൈവം ഒരു കുഞ്ഞിനെ ഭൂമിയിലോട്ട് വിടുമ്പോഴേ ഒന്നും കാണാതൊന്നും വിടത്തില്ലല്ലോ. എല്ലാം ആ കുഞ്ഞിന് നല്ലതായിട്ട് തന്നെ ഭവിക്കും. നീ കണ്ടോ? ഋതിക റൂമിൽ നിന്നുകൊണ്ടിങ്ങനെ ചിന്തിക്കുവാണ്. നൂലുകെട്ട് ചടങ്ങും പേരിടലൊക്കെ കഴിയുമ്പോൾ പിന്നെ ശരിക്കും ദീപക്കിനെ ആ കുഞ്ഞിനെ അംഗീകരിക്കേണ്ടി വരും.
അതോടെ ദീപക്കിൻ്റെ കാര്യത്തിൽ പിന്നെ എന്നേക്കുമായി ഒരു തീരുമാനമായി കഴിയും. പക്ഷേ ആ രോഹൻ്റെ കാര്യത്തിലാണ് ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്ക് യാതൊരു പിടിയും കിട്ടാത്തത്. എനിക്ക് അവൻ്റെ കാര്യം ഓർക്കുമ്പോൾ തന്നെ പേടിയാകുന്നു. രാജുവിനെ ഒന്ന് വിളിച്ച് സംസാരിച്ചാലോ എന്നും പറഞ്ഞ് ഋതിക രാജുവിനെ വിളിക്കുന്നുണ്ട്. എന്താ ഋതിക മേഡം, രാജു ഇപ്പോൾ എന്ത് ചെയ്യുക? ഞാൻ ദിവ്യയുടെ കുഞ്ഞിൻ്റെ കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാനും അതൊക്കെ തന്നെയാണ് രാജു ആലോചിച്ചുകൊണ്ടിരുന്നത്. ഇനി ഏതായാലും കുഞ്ഞിൻ്റെ നൂലുകെട്ടും പേരിടൽ ചടങ്ങുമൊക്കെ കഴിയുന്നതോടെ ദീപക്കിൽ നിന്നും മേഡത്തിനൊരു ശല്യവും ഉണ്ടാകില്ല. അയ്യോ രാജു, ഇത് ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങുമായിരുന്നു. എന്നാലും രാജു, ആ രോഹൻ്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാനാ മേഡം? അല്ല, രാജു എന്തോ പറയുന്നത്? ഞാൻ രോഹനെ കല്യാണം കഴിച്ചിട്ടേ അവൻ്റെ കൂടെ പോയി ജീവിക്കണമെന്നാണോ പറയുന്നത്? അയ്യോ, ഞാൻ അങ്ങനെയല്ല മേഡം ഉദ്ദേശിച്ചത്. പിന്നെ എങ്ങനെയാ രാജു ഉദ്ദേശിച്ചത്? സത്യം പറ, മേഡം ഇപ്പോൾ എന്നെ വിളിച്ചത് വഴക്കിടാൻ വേണ്ടിയാണോ? ഞാൻ വഴക്കിടാൻ വേണ്ടിയൊന്നും അല്ല രാജു വിളിച്ചത്. പക്ഷേങ്കിലേ രാജു പറയുന്നതിൻ്റെ എന്തായാലും അതിൻ്റെ മറുപടി ഞാൻ പറയും. മേഡം വഴക്കുണ്ടാക്കാതെ സമാധാനമായിട്ടിരിക്കുക. ഇനിയും സമയമുണ്ടല്ലോ, നമുക്ക് ആലോചിക്കാം. ഇതിങ്ങനെ അധികകാലം നീട്ടിക്കൊണ്ടു പോകാൻ എനിക്ക് കഴിയില്ല രാജു എന്തെങ്കിലും ഇതിനൊരു തീരുമാനം ഉടനെ ഉണ്ടാക്കണം. രാജു ഇതിനു മുമ്പ് എനിക്കൊരു പ്രോമിസ് തന്നിട്ടുള്ളതല്ലേ, എന്ത് പ്രശ്നം വന്നാലും എൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന്. അപ്പോൾ രാജു തന്നെ വേണം ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ടത്. ഇനി എല്ലാ കാര്യങ്ങളും രാജു തന്നെ രോഹനോട് സംസാരിച്ചാൽ മതി. അയ്യോ, ഞാൻ രോഹനോട് സംസാരിച്ചാൽ ശരിയാവില്ല. ഞാൻ വേണമെങ്കിലൊന്ന് ശ്രമിച്ചു നോക്കാം. ശ്രമിച്ചേ പറ്റൂ. അയ്യോ, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ മേഡം. ആ സമയത്ത് രോഹൻ്റെ ഫോൺ ഋതികയുടെ ഫോണിലോട്ട് വരുന്നുണ്ട്. രാജു നോക്കിക്കേ, അവന്നാണ്ട് എൻ്റെ ഫോണിലോട്ട് വിളിച്ചുകൊണ്ടിരിക്കുക. മേഡം, ആ ഫോൺ എടുത്ത് സംസാരിക്കേ. വേണ്ട, എനിക്ക് അവനോട് സംസാരിക്കേണ്ട ഒരു കാര്യവും ഇല്ല. ഞാൻ അവൻ്റെ കോൾ കട്ട് ചെയ്യാൻ അയ്യോ മേഡം, കോൾ കട്ട് ചെയ്യരുത്, ഞാൻ ചെയ്യും എന്നും പറഞ്ഞ് ഋതിക രോഹൻ്റെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. രോഹൻ പറയാ, ഇവളെന്താ എൻ്റെ കോൾ കട്ട് ചെയ്തത്? ഇനി ഫ്രണ്ട്സിനോടങ്ങാണ് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും, അതായിരിക്കും കോൾ കട്ട് ചെയ്തത്. അവൻ എന്തിനാ രാജു ഈ സമയത്ത് രാത്രിയിൽ എന്നെ വിളിക്കുന്നത്? രാത്രിയിലേ അവൻ്റെ ഫോൺ എടുക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. മേഡം വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. എൻ്റെ കോൾ കട്ട് ചെയ്യ്. ഇനിയും രോഹൻ വിളിച്ചാലേ വെയിറ്റിംഗ് ആണെന്ന് കാണിക്കല്ലേ. ഞാൻ നാണ്ട കോൾ കട്ട് ചെയ്യാൻ പോവാ. ഇനി രോഹൻ വിളിച്ചാലേ മേഡം കോൾ അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ രോഹൻ എന്തെങ്കിലും തെറ്റായിട്ടെടുക്കും. രോഹൻ്റെ കയ്യിൽ നിന്നും ഋതിക മേഡത്തെ രക്ഷിക്കാൻ എന്താ ഒരു മാർഗം? എന്തായാലും നേരിട്ടിടപെടാൻ പറ്റത്തില്ല. എന്തെങ്കിലും വഴി ഉടനെ കണ്ടെത്തണം. പാവം മേഡം ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുവാണ്. രോഹൻ വീണ്ടും ഋതികയെ കോൾ ചെയ്യുന്നുണ്ട്. ഋതിക കോൾ കട്ട് ചെയ്യുകയാണ്. ആഹാ, ഇവളെന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുവാണല്ലോ. രോഹൻ അവൻ്റെ ഫ്രണ്ട്സുകളെയൊക്കെ വിളിച്ചു വരുത്തി അവർക്കൊക്കെ ഇങ്ങനെ മദ്യം ഒഴിച്ചു കൊടുക്കുവാണ്. എന്താ ഇവനിങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്തോ പരിപാടി ഉണ്ടല്ലോ. എടാ കാര്യം പറയടാ എന്നൊക്കെ ഫ്രണ്ട്സ് ചോദിക്കുമ്പോൾ രോഹൻ പറയുന്നു, എടാ ഞാൻ എൻ്റെ ഡ്രീം ഗേളിനെ കണ്ടടാ. അല്ല, ഇതൊരു വലിയ സംഭവം തന്നെ ആണല്ലോടാ. ഇത്രയും നാളും നീ നിൻ്റെ സങ്കല്പത്തിലെ പെൺകുട്ടിയെ കണ്ടുകിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിയുമായിരുന്നല്ലോ. അങ്ങനെ ഒരാളെ ഞാൻ കണ്ടടാ. കാണുക മാത്രമല്ല, എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം ഞാൻ തുറന്നു പറയുകയും ചെയ്തു. എടാ, എവിടെ വെച്ചാടാ നീ ആ പെണ്ണിനെ കണ്ടത്? പെണ്ണ് എവിടെയാടാ താമസിക്കുന്നത്? പെണ്ണിവിടെ അടുത്തൊക്കെ തന്നെ ഉള്ളതാ. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രതാപ് വർമ്മയില്ലേ, ആ വർമ്മയങ്ങളുടെ മോളാ. എടാ അളിയ, പിടിച്ച് നീ അവസാനം പുളിങ്കമ്പിൽക്കാരൻ തന്നെ പിടിച്ചല്ലോ. എന്ത് പുളിങ്കൊമ്പടാ? ഈ കാശും പണമൊന്നും കണ്ടിട്ടല്ലടാ സൗന്ദര്യം. അവളുടെ ആ വശ്യമായ സൗന്ദര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ വീണുപോയത്. അയ്യോടാ, അത്രയ്ക്ക് സുന്ദരിയാണോടാ അവള്? സുന്ദരി എന്ന് പറഞ്ഞാൽ വെറും സുന്ദരിയൊന്നും അല്ലടാ, അപ്സരസ്. കുഞ്ഞി കണ്ണുകളും കുഞ്ഞു മൂക്കും നല്ല ചിരിയുമുള്ള, ഓ പറയാൻ വയ്യടാ. ഡാ രോഹ, നീ പറയുന്നതൊക്കെ കേട്ടിട്ടേ ഞങ്ങൾക്കും അവളെ കാണാൻ കൊതിയാകുന്നടാ. അതിനെന്താ, ഞാനിപ്പോൾ കാണിച്ചു തരാമല്ലോ എന്നും പറഞ്ഞ് രോഹൻ അവൻ്റെ ഫോണിലിരിക്കുന്ന ഋതികയുടെ ഫോട്ടോ അവരെ കാണിക്കുവാണ്. അത് കണ്ടിട്ട് അവർ പറഞ്ഞു, എടാ അളിയ, ചുമ്മാതെ പറയരുതടാ, സൂപ്പർ സെലക്ഷനടാ. ഇവളെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തുവാടാ ചെയ്യേണ്ടത്? എടാ, അതിനുള്ള സ്പെഷ്യൽ ഡേ അല്ലേടാ ഇപ്പോൾ വരാൻ പോകുന്നത്. അപ്പോൾ അവളെ നിനക്ക് ഇങ്ങോട്ട് ക്ഷണിക്കാമല്ലോ. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസമല്ലേ അത്? അത് ശരിയാണല്ലോ. അപ്പോൾ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ട് അവിടെ പോയി അവരെ കൂടെ ഒക്കെ ഒന്ന് ക്ഷണിക്കാമല്ലോ. നിന്റെ സ്നേഹം എന്താണെന്ന് നീ ഋതിയെ അറിയിക്കണം. എന്നാലേ ഒരു ചെറിയ പ്രശ്നമുണ്ടാ. ഞാൻ ആദ്യമായിട്ട് ഇവളെ മീറ്റ് ചെയ്യുന്നത് കല്യാണം മുടങ്ങിയ കല്യാണപ്പന്തലിൽ വെച്ചാ. കല്യാണം മുടങ്ങിയെന്നോ? അതെന്താടാ? അതെന്ത് പറ്റിയതാ? അതൊരു ചെറിയ കഥയാണ്, അത് ഞാൻ പിന്നെ പറയാം. ഇപ്പം അതല്ല പ്രശ്നം. ഇവളെ കല്യാണം കഴിക്കാനിരുന്നവനല്ല പ്രശ്നം. ഇവളുടെ വീട്ടിൽ വർമ്മയങ്കിളിൻ്റെ ഒരു PA ഉണ്ട്. അവൻ്റെ പേര് രാജു എന്നാണ്. അവൻ എനിക്കൊരു ഭീഷണിയാവുമോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഈ പെങ്കൊച്ചാണെങ്കിൽ ഇവനെ കല്യാണം കഴിച്ചെന്നും പറഞ്ഞൊരു നാടകമൊക്കെ നടത്തി കുറച്ച് നാൾ ഇവൻ്റെ വീട്ടിലുമായിരുന്നു.
എടാ രോഹ, നീ പല പെൺകുട്ടികളെയും പ്രേമിച്ചിട്ടുമുണ്ട്, അവരുടെയൊക്കെ പുറകെ നടന്നിട്ടുമുണ്ട്. അവരിൽ നിന്ന് നിനക്ക് എന്തൊക്കെ വേണമോ അതൊക്കെ നീ അവരിൽ നിന്ന് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ നീ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് ഞങ്ങൾ ഇതുവരെയും കേട്ടിട്ടില്ല. ആദ്യമായിട്ടാണ് നീ ഇങ്ങനൊരു കാര്യം ഞങ്ങളോട് പറയുന്നത്. അപ്പോൾ പിന്നെ അവൻ രാജുവല്ല, ഏത് രാജാവായാലും അവനെ നമ്മൾ പൂട്ടിയിരിക്കും. നിങ്ങളിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ആയിടാ, നമ്മളിത് തകർക്കൂടാ. പ്രതാപവർമ്മയുടെ വീട്ടിൽ ദീപക്കിൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് നടങ്ങനുള്ള ആഘോഷം ഇങ്ങനെ ഒരുങ്ങുവാണ്. രാജു ഓടി വന്ന് ഋതികയോട് ചോദിക്കുന്നത്, മൃതിക മേഡം, ദിവ്യയും കുഞ്ഞും എവിടാ? അത് ദീപക്കിൻ്റെ മുറിയിലുണ്ടെന്ന് തോന്നുന്നു. അംബിക മേഡം വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? അതാ രാജു എനിക്കും അറിയാത്തത്. ഒരു പ്രശ്നവും കാണിക്കുന്നില്ല. അമ്മായി എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടെന്ന് അഭിനയിച്ചേ ചടങ്ങ് മുടക്കുമോ എന്നായിരുന്നു എൻ്റെ സംശയം. പക്ഷേ ഇതുവരെയും അമ്മായിയും ദീപക്കും അനങ്ങിയിട്ടില്ല. മേഡം അങ്ങനെ ആശ്വസിക്കാൻ വരട്ടെ. നിശബ്ദരായ ശത്രുക്കളെയാണ് നമ്മൾ പേടിക്കേണ്ടത്. ദീപക്കിൻ്റെയും ദിവ്യയുടെയും കുഞ്ഞിൻ്റെ നൂലുകെട്ടും പേരിട ചടങ്ങുമാണ് നടക്കാൻ പോകുന്നത്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇന്ന് ഈ വീട്ടിൽ അംബിക മേഡം ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാക്കും. ആ ഭൂകമ്പത്തിന് മുമ്പിലുള്ള നിശബ്ദയിലായിരിക്കും അമ്മയും മകനും. അപ്പോൾ യാമിനി അവരുടെ അടുത്തോട്ട് വരുന്നുണ്ട്. ചെറിയമ്മേ, അമ്മായി പ്രശ്നം ഉണ്ടാക്കുമെന്നാണ് രാജു പറയുന്നത്. ദിവ്യയും കുഞ്ഞും പാവമല്ലേ രാജു, നമ്മൾ എന്തു ചെയ്യും? രാജുവിൻ്റെ മനസ്സിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഉണ്ട് മേഡം. ഇന്നലെ രാത്രി തന്നെ ദീപക്കിനെതിരെ ഞാൻ ആ കുഞ്ഞിന് നീതി ലഭിക്കാനുള്ള ഏറ്റവും വലിയൊരു തെളിവ് ശരിയാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് എനിക്കിപ്പോഴേ അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകാനുണ്ട്. ഋതിക പറയുക, അയ്യോ, ഈ സാഹചര്യത്തിൽ രാജു ഇവിടുന്ന് പോയാൽ എങ്ങനെയാ ശരിയാവുന്നത്? ഞാൻ ഇപ്പം പോയാലേ നമുക്ക് അംബിക മേഡത്തിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവും മേഡം. യാമിനി മേഡം, ചടങ്ങ് നടത്താനുള്ള പൂജാരി ഇപ്പോൾ എത്തും. മേഡം പൂജാ കാര്യങ്ങൾക്ക് അദ്ദേഹത്തെ ഒന്ന് സഹായിക്കണം. സാധനങ്ങളൊക്കെ ഞാൻ ഹാളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ശരി രാജു, ഞാൻ അതൊക്കെ നോക്കിക്കോളാം. രാജു ധൈര്യമായിട്ട് പോയിട്ട് വാ. ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് രാജു എത്തുമല്ലോ. എത്തണം മേഡം. ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എത്തിയെങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കത്തുള്ളല്ലോ. എങ്കിൽ രാജു നിന്ന് സമയം കളയേണ്ട, എത്രയും പെട്ടെന്ന് പോയിട്ട് വാ. രാജു അങ്ങനെ പോവുകയാണ്. മോള് പേടിക്കണ്ട മോളെ, ഒരു പ്രശ്നം ഉണ്ടാകാതെ രാജു നോക്കിക്കോളും. ദീപക്ക് റൂമിൽ നിന്നുകൊണ്ട് പറയുക, പിന്നെ നൂലുകെട്ട് 28 കെട്ട് അല്ല ഞാനിപ്പോൾ നടത്തി കൊടുക്കാം. ഈ ദീപക്ക് ആരാണെന്നുള്ളത് ഇന്ന് ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കാം. ഇതുവരെ കണ്ടിട്ടില്ലാത്ത എൻ്റെ മുഖം ഇന്നെല്ലാവരും കാണും. അപ്പോൾ ഫ്രണ്ട്സ്, ദിവ്യയുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ഇന്ന് നടക്കുമോ? രാജു എന്ത് തെളിവാണ് കൊണ്ടുവരാൻ പോകുന്നത്? ദീപക്ക് ദിവ്യയും കുഞ്ഞിനെയും എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള റിവ്യൂ ഒക്കെ നാളെ പറയാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.